നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് സയൻസ് ചാനൽ. ഓപ്പോ റെനോ 3 പ്രോ ഇതൊരു സ്പെഷ്യൽ സ്മാർട്ട് ഫോൺ ആണ്. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തത്ര സ്പെഷ്യൽ എന്നല്ലേ. ഇത് ഒരു 44 MP സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതന്നെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 32 മെഗാപിക്സൽ വരെയാണ് എല്ലാ മൊബൈൽ കമ്പനീസും അവരുടെ ഫ്രണ്ട് ക്യാമറാസ് കൊണ്ടുവന്നിരിക്കുന്നത്. ബട്ട് വേൾഡ്സ് ഫസ്റ്റ് ഫോണാണ് ഈ റെനോ 3 പ്രോ ബ്രിങ്ങിങ് 44 MP സെൽഫി ക്യാമറ അണ്ടർ ദ ഹുഡ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന ഈ റെനോ 3 പ്രോയുടെ അൺബോക്സിംഗും പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഡിവൈസ് തന്നത് പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിന് സമീപമുള്ള മൈജി ഷോറൂമാണ്. സോ ബിഗ് ഷൂട്ട് ഔട്ട് ഫോർ ദം. അപ്പോൾ ഇനിയും ഞാൻ കുറെ ഇതുപോലത്തെ പ്രൊഡക്റ്റ് റിവ്യൂസും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴ്ത്ത് കാണുന്ന റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഇത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. സോ ഒരു ബ്ലൂ ഗ്രേഡിയൻ ഫിനിഷുള്ള ഒരു കൂൾ ലുക്കിംഗ് ബോക്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ലൈക്ക് ദ ഫോൺസ് ബാക്ക്. പിന്നെ ഇതിന്റെ ബോട്ടം സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിങ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. പിന്നെ ഇതിന്റെ റൈറ്റ് സൈഡിൽ ഓപ്പോ ബ്രാൻഡിങ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോൺ 8GB 128GB അതേപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക് കളറുള്ളൊരു ഫോണാണ്. സോ ഇറ്റ്സ് ടൈം ടു അൺബോക്സ് ദ ഫോൺ. സോ നമുക്ക് ഈ ബോക്സ് മേലേക്ക് ഓപ്പൺ ചെയ്യുന്നൊരു ബോക്സാണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നല്ല സാറ്റിസ്ഫൈങ് ഫീലിംഗ് ആണ് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബോക്സുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇതിൽ കിട്ടുക. സോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബോക്സാണ് ആസ് യൂഷ്വൽ. അതിൽ മിക്കവാറും കേസും പിന്നെ അതേപോലെ തന്നെ പേപ്പർ വർക്ക്സും ആയിരിക്കും. സോ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ലുക്സ് ലൈക്ക് ഇറ്റ് ഡസൻ ഹാവ് കേസ്. സോ നമുക്ക് ഒരു സിമട്രിക് ടൂളും പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് വാറണ്ടി കാർഡ് എല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ കേസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഡിവൈസ് ആണ്, ദാറ്റ് ഈസ് ഓപ്പോ റെനോ 3 പ്രോ. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലൈക്ക് നമ്മുടെ 44 MP ഫ്രണ്ട് ക്യാമറ, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ്. നമുക്ക് ഈ പ്ലാസ്റ്റിക് ഒന്ന് പീൽ ചെയ്യാം. ഈ പ്ലാസ്റ്റിക് ഒക്കെ പീൽ ചെയ്യുമ്പോൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ എന്ത് നല്ല സാറ്റിസ്ഫൈങ് ഫീലിംഗ് ആണ് അതിൽ. അടിപൊളിയാണ്. സോ നമ്മുടെ ഫോൺ എന്തുകൊണ്ടാണ് നിങ്ങളിത് ഓണായി കാണുന്നതെന്ന് വിചാരിക്കേണ്ട, കാരണം ഇതൊരു ഡെമോ യൂണിറ്റ് ആണ്, അതുകൊണ്ടാണ് അത് എപ്പോഴും ഓണായിട്ടിരിക്കും. പിന്നെ കയ്യിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീലാണ് ഈ ഫോണിൽ നമുക്ക് കിട്ടുക. സോ ഇതിൽ 4 ക്യാമറാസ്. സോ ഓപ്പോ ബ്രാൻഡിങ് ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. 8GB 128GB ആണ് ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഈ ബോക്സിൽ ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സോ ഇതിൽ വരുന്നത് ഒരു മാസീവ് ആയിട്ടുള്ളൊരു പവർ അഡാപ്റ്ററാണ്. സോ ഓപ്പോൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ എല്ലാ ചാർജസും നല്ല മാസീവ് ഹ്യൂജ് ആയിട്ടുള്ള അഡാപ്റ്റേഴ്സാണ്. സോ ഇത് 35 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന പവർ അഡാപ്റ്ററാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്, ദാറ്റ് ഈസ് USB Type A to Type C ആണ്. So looks cool that Oppo is providing USB Type C for their phones. നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ഇയർഫോൺ ആണ്. സോ ഇതിൽ ഒരു ഇയർഫോൺ ജാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള മെയിൻ തെളിവാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. സോ ഹെഡ്ഫോൺ ജാക്ക് വരെ ഇതിൽ ഈ ഫോണിൽ റിമൂവ് ചെയ്തിട്ടില്ല. സോ അത് നല്ലൊരു കാര്യമാണ്, കാരണം ഇപ്പോഴത്തെ കുറേ ഫോണുകളിലും ഹെഡ്ഫോൺ ജാക്സ് അവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയുമാണ് ഈ ബോക്സിൻ്റെ കണ്ടൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ മെയിൻ ഇന്ററാക്ടിംഗ് പാർട്ടിലേക്ക് കിടക്കാം, ദാറ്റ് ഈസ് ഡിസ്പ്ലേ. സോ റെനോ 3 പ്രോയിൽ വരുന്നത് ഒരു 6.4 ഇഞ്ചിന്റെ സൂപ്പർ AMOLED E3 ഡിസ്പ്ലേ ആണ്. സോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഔട്ട്ഡോഴ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല സൺലൈറ്റ് ഉള്ള സമയത്താണെങ്കിൽ നല്ലൊരു വിസിബിലിറ്റി ബാക്കിയുള്ള സ്ക്രീനുകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടും. സോ അതാണ് ഈ ഡിസ്പ്ലേയുടെ പ്രത്യേകത. പിന്നെ ഈ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ഒരു പോളികാർബണേറ്റ് ബാക്കാണ്. പിന്നെ അതേപോലെ തന്നെ 8 mm തിക്നെസ്സും പിന്നെ 175 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സോ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ടോപ്പ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്.
ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വോളിയം ബ്ലോക്കേഴ്സ് കാണാൻ സാധിക്കും. ഇതിന്റെ ബോട്ടം സൈഡിൽ ഒരു ഹെഡ്ഫോൺ ജാക്ക്, മൈക്ക്, പിന്നെ USB Type-C പോർട്ട്, പിന്നെ ഒരു സ്പീക്കറുകളും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് മീഡിയാടെക്കിന്റെ ലേറ്റസ്റ്റ് പ്രൊസസറായ ഹീലിയോ P95 പ്രൊസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള പ്രൊസസറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ബട്ട് 30,000 റേഞ്ചിലേക്ക് ഈ പ്രൊസസർ സൂട്ട് ആവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം കുറെ ഫോണുകളിൽ ഈ റേഞ്ച്, അതായത് ഒരു 18,000 റേഞ്ചിൽ ഈ ഒരു ലെവലിലുള്ള ഒരു പ്രൊസസർ കൊണ്ടുവരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാലേ നമുക്ക് പറയാൻ സാധിക്കും. ഓവറോൾ നമ്മളിപ്പോ ഒരു ഡേ ടു ഡേ യൂസേജ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്നാപ്പി ആയിട്ടുള്ള ഫോണാണിത്. സോ അപ്പൊ ഈ മാസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേനെയും അതേപോലെ തന്നെ നല്ലൊരു പ്രൊസസറിനെയും എല്ലാത്തിനെയും പവർ ചെയ്യാൻ വേണ്ടി നമുക്കിതിൽ നൽകിയിരിക്കുന്നത് ഒരു 4025 mAh ബാറ്ററിയാണ്. അതായത് ഒരു ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ എന്തായാലും നമുക്ക് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതിൽ അൾട്രാ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാറ്ററി കപ്പാസിറ്റി ഇപ്പൊ കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിലും വലിയ കുഴപ്പമില്ല. കാരണം പെട്ടെന്ന് ചാർജ് ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബാറ്ററി കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിന്റെ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വരുന്നത് ഒരു 44 MP സെൽഫി ഷൂട്ടറാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ സെക്കൻഡ് ക്യാമറ ആണല്ലേ. സോ അതൊരു 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസർ ക്യാമറയാണ്. ബട്ട് ഈ 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളും ഈ ഫോണിന് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല പോർട്രേറ്റ് മോഡ് വീഡിയോസും അതേപോലെ തന്നെ പോർട്രേറ്റ് മോഡ് ഫോട്ടോസും നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ക്യാമറാസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നത് ഒരു 13 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് ആണ്. അതിൽ നമുക്ക് 2x വരെ ഒപ്റ്റിക്കൽ സൂമും പിന്നെ 5x ഹൈബ്രിഡ് സൂമും പിന്നെ 20x വരെ ഡിജിറ്റൽ സൂമും ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഞാൻ എടുത്ത സാമ്പിൾസ്. അടുത്ത ക്യാമറ വരുന്നത് 64 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയാണ്. സോ ഇത് സാംസങ്ങിന്റെ ഐസോസെൽ GW1 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറാണ് ഫോർ പോർട്രേറ്റ് മോഡ് വീഡിയോസ് ആൻഡ് പോർട്രേറ്റ് മോഡ് ഫോട്ടോസ്. നെക്സ്റ്റ് വരുന്നത് 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസുമാണ്. പിന്നെ അതേപോലെ ഇതിന്റെ ലെൻസ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് സഫയർ ഗ്ലാസ് വെച്ചിട്ടാണ്. സോ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. റിയർ ക്യാമറയിലാണെന്നുണ്ടെങ്കിലും ഡീഫോൾട്ട് ആയിട്ട് 64 MP ആണിത്. ബട്ട് നമുക്ക് അതിനെ വേണമെന്നുണ്ടെങ്കിൽ 108 MPയിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് സോഫ്റ്റ്വെയർ വഴിയാണ്. കാരണം ഇതിന്റെ ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്നത് 64 MP ആണ്. കാരണം ഇത് സാംസങ്ങിന്റെ ഐസോസെൽ GW1 സെൻസറാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാർഡ്വെയർ 64 MP ആണ് സപ്പോർട്ട് ചെയ്യുക. ബട്ട് അതിനെ എക്സ്ട്രാപോളേറ്റ് ചെയ്ത് 108 MPയിൽ നമുക്ക് ഷോട്ട്സ് എടുക്കാൻ സാധിക്കും. ഇതിന്റെ UI നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓപ്പോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അവരുടെ സ്വന്തം ColorOS 7 ആണ്. അതായത് ColorOS 7 എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയി അവർ ലോഞ്ച് ചെയ്ത യൂസർ ഇന്റർഫേസ് ആണ്. സോ നല്ലൊരു സ്നാപ്പി ഫീലിംഗ് ആണ് നമുക്ക് ഈ ColorOS 7. കാരണം ഓപ്പോന് കുറെ കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ UI ശരിയല്ല, ആപ്പിൾ ഫോണിന്റെ അതേപോലത്തെ UI ആണ്, അങ്ങനെ കുറെ കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് അവർ പുതിയൊരു UI ഇറക്കിയതാണ് ColorOS 7. സോ ഇതിലൊന്നും പറയാല്ല, നല്ല സ്നാപ്പി ഫീലിംഗും അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആനിമേഷൻസും ആണ് ഇവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് ബേസ് ചെയ്തിരിക്കുന്നത് Android 10-ലാണ്. സോ ദാറ്റ് ഈസ് ലേറ്റസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ സെക്യൂരിറ്റി പാച്ച് ലെവൽസ് ആയാലും എല്ലാം അപ് ടു ഡേറ്റ് ആണ്. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന ഓപ്പോയില് എല്ലാ ഫോണുകളിലും കാണുന്ന പോലെ തന്നെ കുറെ പ്രീ ഇൻസ്റ്റാൾഡ് ബ്ലോട്ട് വേസ് ഇതിലുണ്ട്, കുറെ ആപ്സ് ഉണ്ട്. ബട്ട് ഇത് നമുക്ക് ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. സോ അതുകൊണ്ട് അതൊരു പ്രോബ്ലം അല്ല. അതേപോലെ തന്നെ സിസ്റ്റം വൈഡ് ഡാർക്ക് മോഡ് ഉള്ള സപ്പോർട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എല്ലാ ആപ്സും ഡാർക്ക് മോഡിൽ യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം അത് AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഡാർക്ക് മോഡ് നന്നായി വർക്ക് ചെയ്യും. പിന്നെ ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഫീച്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പോർട്രേറ്റ് മോഡ് വീഡിയോ, നമുക്ക് DSLR ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് സോഫ്റ്റ്വെയർ വഴിയാണ് ഇവർ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര അക്യുറേറ്റ് അല്ല. സോ അപ്ഡേറ്റ്സിൽ ഇവർക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഓവറോൾ ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെന്നെങ്കിലും ഒരു പ്രൈസിനൊത്ത ഒരു ഫോൺ നമുക്ക് പറയാൻ സാധിക്കും. പ്രൊസസറിന്റെ കാര്യം മാത്രമാണ് എനിക്കൊരു ഡൗട്ട്. കാരണം കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള പ്രൊസസർ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അപ്പൊ അത് മാത്രമാണ് എനിക്കൊരു ഡ്രോബാക്ക് ആയി തോന്നിയത്. പിന്നെ ഇതിൽ പോളികാർബണേറ്റ് ബാക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഗ്ലാസ് ബാക്ക് ആക്കായിരുന്നു. ബട്ട് അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. കാരണം ചിലവർക്ക് ഗ്ലാസ് ബാക്ക് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് പോളികാർബണേറ്റ് ബാക്ക് ആയിരിക്കും ഇഷ്ടം. സോ അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പിന്നെ ഇതിന്റെ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രത്യേകതരം ഗ്രേഡിയന്റ് ഫിനിഷ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ ഡേ ടു ഡേ യൂസേജിനാണെന്നുണ്ടെങ്കിലും നല്ലൊരു സ്നാപ്പി ഫീലിംഗ് ആണ് ഈ ഫോണിൽ നമുക്ക് കിട്ടാം. സോ നല്ലൊരു സ്ക്രീനും നല്ലൊരു പ്രൊസസർ. സോ ഓവറോൾ ഒരു ഗുഡ് ഫോണാണ്
ഫോർ 30,000 rupees. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 30,000 എന്നാണ്. വേരിയൻസിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ഇതിൽ ഡെമോ കാണിച്ചത് 8GB പിന്നെ 128GB സ്റ്റോറേജ് ഉള്ള ഒരു വേരിയന്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.